എപ്പോഴെങ്കിലുമൊക്കെ ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെ നിന്നും ആരുടെ ലൈഫ് എക്സാമ്പിളായിട്ട് പറയാറില്ല. ഞാൻ ഉണ്ടാക്കിയും ഒരു കഥ പറയാറില്ല, തള്ളിമറിക്കാറുമില്ല മക്കളെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ച് തീർത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്യാറുള്ളത്. അത് പഠിക്കുന്ന രീതി ആയിക്കോട്ടെ, പഠിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്കുകളായിക്കോട്ടെ, പല കാര്യങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവും ആയിക്കോട്ടെ, നീറ്റ് റിപ്പീറ്റിംഗ് ലൈഫ് ആയിക്കോട്ടെ, എൻ്റെ ജീവിതം തന്നെ ഞാൻ പറയുന്നത് ഞാൻ ജീവിച്ച് തീർത്ത എൻ്റെ കഥകളാണ് മോട്ടിവേഷനായിട്ട് ഞാൻ പറയാറുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡോക്ടർ ആകണമെന്നൊരു തോന്നൽ ഉള്ളിൽ വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ സെലക്ട് ചെയ്തൊരു സാധനമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടറായിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ അതിന് വലിയൊരു പങ്കുണ്ട് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് വേറൊന്നുമല്ല മക്കളെ, നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ ലൈഫിലെ ആദ്യത്തെ കടമ്പ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇറ്റ് ഈസ് ഗോയിങ് ഫോർ എ ക്രാഷ് പ്രോഗ്രാം. ആദ്യം തന്നെ ഞാൻ പറയും ഒരു ക്രാഷിന് പോകുന്നതാണ് ആദ്യത്തെ കടമ്പ, റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ക്രാഷാണ് ആദ്യത്തെ കടമ്പ. നിങ്ങളും ഞാനും നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത് എന്താ, വേഗം തന്നെ സെറ്റിലാകണം സാറേ, ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു ജോബ്, ഗവൺമെൻറ് ജോലിക്ക് ഗവൺമെൻറ് ജോലി വേണം സാറേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ. നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ, നല്ല കമ്പനികളിലും നല്ല സ്ഥാപനങ്ങളിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല കോളേജിൽ പഠിച്ച ആൾക്കാരായിരിക്കണം, നല്ല എക്സ്പീരിയൻസ് കിട്ടിയിരിക്കണം ആ കോളേജിൽ നിന്ന്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഗവൺമെൻറ് കോളേജുകളാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ പേഷ്യൻറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും, അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും നമുക്ക്. നോർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൈവറ്റിൽ പഠിക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് എന്താ, NIT IITകളിൽ പഠിച്ചവർക്കായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരിക. അപ്പം നല്ലൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ചെറിയ പ്രായത്തിൽ തന്നെ. നല്ലൊരു NITയിലും IITയിലും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ചെറിയ പ്രായത്തിൽ തന്നെ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നോട്ട് റിപ്പീറ്റിംഗ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗോയിങ് ഫോർ എ ക്രാഷ് പ്രോഗ്രാം. പലരും പറയുന്നൊരു കാര്യമുണ്ട്, സാറേ ക്രാഷിന് പോയിട്ട് നീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടല്ലേ? പാടാണ്. കാരണം എന്താ, 2 മാസം സമയമുള്ളൂ. കുറേ ഇക്വേഷനുകളും കുറേ ചാപ്റ്ററുകളും 78-80 ചാപ്റ്ററുകൾ പഠിച്ചുണ്ടാക്കാനുണ്ട്. 2 മാസം ഭയങ്കര ക്രിട്ടിക്കൽ പീരീഡാണ്, സമയം കുറവ് തന്നെ. പക്ഷെ കിട്ടാതിരുന്നവരുണ്ടോ? ഇതുവരെ കിട്ടാത്തവരുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കിട്ടിയവരുമുണ്ട്. കിട്ടില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയും കുറച്ച് കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. ഒട്ടും കിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയും അങ്ങനൊന്നുമല്ല, കിട്ടിയ ചരിത്രവുമുണ്ട് ക്രാഷിലൂടെ പോയിട്ട്. ക്രാഷിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നല്ല. പല കുട്ടികളും ഡൗട്ട്ഫുൾ ആയിരിക്കും, സാർ ഞാൻ റിപ്പീറ്റിന് പോയാൽ എനിക്ക് കിട്ടുമോ, എനിക്കതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷനുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ പേരും. അവർക്ക് നീറ്റ് എന്താണ്, നീറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താണ് അവരുടെ അവസ്ഥ, നീറ്റിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും മനസ്സിലായി തുടങ്ങുന്നത് എവിടെ നിന്നാ? ക്രാഷിൽ നിന്നാ. ക്രാഷിൽ എന്തു ചെയ്യും? 2 മാസം കൊണ്ട് വേഗം ഇമ്പോർട്ടൻ്റ് ഡയഗ്രാംസ്, ഇമ്പോർട്ടൻ്റ് ഫ്ലോ ചാർട്ട്, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കൺസെപ്റ്റുകളൊക്കെ പഠിപ്പിച്ചു തരും. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം, ഞാൻ ഇനി റിപ്പീറ്റിന് പോയാൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അപ്പം സ്വന്തമായിട്ട് നിങ്ങളെ വിലയിരുത്താൻ ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് ഇത് ക്രാഷ് എന്ന് പറഞ്ഞാൽ. നീറ്റ് കിട്ടുന്നത് കിട്ടാത്തത് ക്രാഷിലൂടെ അത് പിന്നത്തെ കാര്യമാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിപ്പീറ്റിന് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. ഏതിലൂടെ? ക്രാഷിലൂടെ. ക്രാഷിൽ പോകുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, കൺസെപ്റ്റ് കിട്ടുന്നുണ്ട്, സാർ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം റാങ്കൊക്കെ ക്രാഷിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ റിപ്പീറ്റർ പ്രോഗ്രാം. ഇനിയല്ല സാർ മാർക്ക് ഇത്തിരി കുറവാ, പക്ഷെ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് കിട്ടും സാറേ റിപ്പീറ്റിൽ എന്ന് തോന്നുന്നവർക്ക് ക്രാഷിന് ശേഷം റിപ്പീറ്റിന് പോകുന്നതുമാണ് മക്കളെ. അപ്പം ക്രാഷിൻ്റെ ഏറ്റവും വലുത് നീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ റിപ്പീറ്റിന് പോകാൻ പ്രാപ്തരാണോ എന്ന് നോക്കുന്നതാണ് ഏത് ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. പല കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ 1 കൊല്ലമായിക്കോട്ടെ, 2 മാസമായിക്കോട്ടെ, 1 മാസമായിക്കോട്ടെ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും നല്ല വൃത്തിക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഡോക്ടറാകാൻ ആ സ്റ്റെത്തണിഞ്ഞുള്ളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി അത്ര ഡിറ്റർമിനായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ 1 കൊല്ലമായാലും 2 മാസമാണെങ്കിലും അയാൾ വൃത്തിക്ക് തന്നെ പഠിക്കും മക്കളെ.
എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ എഞ്ചിനീയർ ആകാനും ഡോക്ടർ ആകാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും. എങ്കിലും സ്റ്റിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ആ കൺഫ്യൂഷനെ തീർത്ത് തരണമെങ്കിൽ, ആ കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ കഴിയുമോ, എഞ്ചിനീയർ ആകാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റുന്നത് ക്രാഷ് പ്രോഗ്രാമിലൂടെയാണ്. സോ ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഞാനൊരു പേഴ്സണലി ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ ലൈഫിൽ ക്രാഷിന് പോയ ഒരാളാണ് ഞാൻ. ക്രാഷ് വഴി എനിക്ക് വേഗം, കാരണം +2 കഴിഞ്ഞ് നമ്മൾ പോവാണ്. +2ലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് നല്ലപോലെ അറിയാം. +1ലെ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ മറന്നു തുടങ്ങി കാണും. ആ +1ലെ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനും +2ലെ ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ കൺസെപ്റ്റ് ഉറപ്പിക്കാനും ഒക്കെ എനിക്ക് ക്രാഷ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ക്രാഷിൻ്റെ നോട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ റിപ്പീറ്റിന് പഠിച്ചത്. ക്രാഷിൽ എനിക്ക് വേഗം ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകൾ കിട്ടി. ക്രാഷിൽ തന്നെ ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടു. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നേരം എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വലിയ പാടായിട്ട് തോന്നിയില്ല. പുതിയ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റി. ക്രാഷ് റിപ്പീറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച്, ക്രാഷിന് വേണ്ടി പോകാത്ത ഒരാളെ സംബന്ധിച്ച് റിപ്പീറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ എക്സ്ട്രാ സമയം കൊടുക്കണം, പുതിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ എക്സ്ട്രാ സമയം കൊടുക്കണം. അപ്പം അങ്ങനെ ഒരുപാട് പോരായ്മകൾ വരും റിപ്പീറ്റിലേക്ക് നേരിട്ട് കിടക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പേഴ്സണലി ഞാൻ പറയുകയാണ്, മക്കളെ, നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടർ ആകണമെങ്കിൽ, നല്ലൊരു സ്ഥാപനത്തിൽ പഠിച്ച് എഞ്ചിനീയർ ആകണമെങ്കിൽ, ഡോക്ടർ ആകണമെങ്കിൽ, യു ക്യാൻ ഗോ ഫോർ ക്രാഷ് ഫസ്റ്റ്. നേരെ റിപ്പീറ്റ് പോകാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ക്രാഷിന് പോവുക, കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക, അതൊക്കെ വെച്ച് അതിൽ നിന്ന് കിട്ടിയ അറിവുകളും കാര്യങ്ങളും വെച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ആ 2 മാസം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നീറ്റ് കിട്ടാവുന്നതേ ഉള്ളൂ. കിട്ടിയ ചരിത്രവുമുണ്ട് മക്കളെ. സോ എനിവേ, ഏത് രീതിയിൽ നോക്കിയാലും ക്രാഷ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ തരുന്ന ഒരു സാധനമാണ് മക്കളെ. യു ക്യാൻ ഗോ ഫോർ ക്രാഷ് ഫസ്റ്റ് ബിഫോർ റിപ്പീറ്റിംഗ്. ഞാൻ എപ്പോഴും പറയും, റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളും ക്രാഷിന് പോയിരിക്കണം. നീറ്റിൻ്റെ ഐഡിയ ഉണ്ടായിരിക്കണം. ആ നീറ്റ് എന്ന് പറയുന്ന മഹാസമുദ്രത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ക്രാഷ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് വെള്ളത്തെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ഇന്ന് അതിന് നിങ്ങൾക്ക് ക്രാഷ് സെലക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ക്രാഷിന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഓപ്ഷനിൽ കൊണ്ടുവരാവുന്നതാണ്. ഏത്? കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ ഒപ്പം യു ക്യാൻ സ്റ്റഡി ക്രാഷ് പ്രോഗ്രാം. ക്രാഷ് നിങ്ങൾക്ക് പഠിക്കാം. നീറ്റ്, കീമോസ്, UT ക്രാഷ് പ്രോഗ്രാംസ് ഉണ്ട് മക്കളെ. ബാച്ച് സ്റ്റാർട്ട്സ് ഓൺ March 29. മാർച്ച് 29 മുതൽ എജുപോർട്ടിൻ്റെ ക്രാഷ് പ്രോഗ്രാം, നീറ്റ്, JEE, CUTൻ്റെ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് മക്കളെ. നിങ്ങൾക്ക് ക്രാഷിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ഓപ്ഷനായിട്ട് എന്നും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്, വിശ്വസിച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് എജുപോർട്ട്. ഞാനൊരു ചേട്ടൻ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും മക്കളെ എവിടെ നിന്ന് കിട്ടുക? എജുപോർട്ടിൽ നിന്ന് കിട്ടുക. ലോട്ട് ഓഫ് ഫാക്കൽറ്റീസ് ആർ ദെയർ, ഗുഡ് ഫാക്കൽറ്റീസ് ആർ ദെയർ. നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന, നിങ്ങളുടെ ഒപ്പം കൂടി നിൽക്കുന്ന മെൻറ്റർഷിപ്പ് ഉള്ളവർ, നിങ്ങളുടെ ഒപ്പം ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്, നിങ്ങളുടെ ഒപ്പം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ റാങ്കിലൊന്ന് താഴെ പോയാൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് വ്യക്തികളുണ്ട്. നല്ലൊരു പഠിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഓൺലൈനായി നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എജുപോർട്ടിൽ. അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചുകളുണ്ട്. ഏത് രീതിയിൽ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വരാം. നമുക്ക് ഇങ്കലുണ്ട്, നമ്മുടെ ക്യാമ്പസ് ഉണ്ട്. മലപ്പുറത്തുണ്ട്, നമ്മുടെ ക്യാമ്പസ് ഉണ്ട്. തൃശ്ശൂരുണ്ട്, നമ്മുടെ ക്യാമ്പസ്. കോഴിക്കോടുണ്ട് ക്യാമ്പസ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വേഗം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. താഴത്തെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക്. അതുവഴി കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേഗം വിളിച്ച് നിങ്ങൾക്ക് ക്രാഷ് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ തിരഞ്ഞെടുക്കാം മക്കളെ. ക്രാഷ് ഒരു വേസ്റ്റ് പ്രോഗ്രാം അല്ല. നിങ്ങൾ എവിടെ പഠിച്ചോ എന്നാലും ഞാൻ പറയാം, ക്രാഷ് ഒരു വേസ്റ്റ് പ്രോഗ്രാം അല്ല. ഇറ്റ് ഈസ് എന്താ പറയുക, അതൊരു എന്തുകൊണ്ടും പോസിറ്റീവായിട്ടൊരു സാധനമാണ്. ഞാൻ ക്രാഷിന് പോയൊരു വ്യക്തിയാണ്. ഇന്ന് ഡോക്ടറായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് മക്കളെ, ക്രാഷ് ഈസ് വെരി 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 ഹെൽപ്ഫുൾ ഫോർ മീ ഇൻ മൈ ഡോക്ടർ ജേർണി. എൻ്റെ ഡോക്ടറാകാനുള്ള യാത്രയിൽ ഏറ്റവും കൂടുതലല്ല, ഏറ്റവും നല്ല പങ്ക് വഹിച്ച ഒന്നാണ് ഏത്? ക്രാഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റിംഗ് ആണ്. പക്ഷേ റിപ്പീറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ക്രാഷുള്ള ബേസ് ഉള്ളത് കൊണ്ടാണ്. റിപ്പീറ്റ് എനിക്ക് സുഖമായി മാറിയത്, എളുപ്പമായി മാറിയത് ക്രാഷിന് പോയത് കൊണ്ടാണ് മക്കളെ. ഓക്കെ, നമുക്ക് കാണാം. നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്യാമ്പസുകളിൽ ഞാനും കാണും ഒരു അധ്യാപകനായിട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമുക്ക് ആ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ വലിയ സ്വപ്നത്തെ നമുക്ക് നേടിയെടുക്കാം ഗൈസ്.